ശരിക്കും ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആസ് യൂഷ്വൽ എല്ലാവരും പോലെ ജോലിക്ക് പോകാൻ മടിയുള്ള ഒരു നോർമൽ പേഴ്സണാണ് ഞാനും. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ആ കുറച്ച് നേരം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി നിന്നപ്പോഴത്തേക്കും സൂര്യാൻ തന്നെ പിക്ക് ചെയ്യാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, നിതീഷിനെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. ശരിക്കും ടൂ വീലറൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫ് ഇത്രയും ഡിഫറൻ്റ് ആയത്. മന്തിൻ്റെ ആയതുകൊണ്ട് ലേറ്റായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കെട്ടിയവനെ ഞാൻ അങ്ങ് ഓഫീസിൽ പോയി കണ്ടപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തിരിച്ച് ഇങ്ങോട്ടും കിട്ടി. അത് ഞാൻ ശരിക്കും ഞെട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഹെഡ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ബസ്സിലിരിക്കുമ്പോൾ ഭയങ്കര ശോകമാണ്. നമ്മൾ ക്യാഷ്വലായിട്ട് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ നീഡ് മനസ്സിലാക്കി ചെയ്തു തരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസം തന്നെ. മന്തിൻ്റെ ആയതുകൊണ്ട് മമ്പ് ഇറങ്ങാൻ ഇനിയും ഒരു 1 hour കൂടി കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും സുരാന്തയും കൂടി നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഫുഡി വീൽസിലേക്ക് പോയി. മാമൂൻ്റെ 1 hour എന്ന് പറഞ്ഞാൽ അത് അപ്രോക്സിമേറ്റ്ലി 2 hours or 3 hours ആണെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയൂ. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാനുള്ള ടോപ്പിക് ഉള്ളതുകൊണ്ട് അതത്ര ടൈമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നൊക്കെ വാങ്ങി സൂര്യാന്തനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഈ തട്ടുകടയിൽ നിന്നുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അത് കേട്ടാൽ നമ്മളങ്ങോട്ട് അറിയാണ്ട് അട്രാക്റ്റ് ആയി പോകും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറി ദോശ കഴിച്ചു. വിശന്നാൽ നമ്മളെല്ലാം ഉണ്ടാവുന്നതാണല്ലോ. അതോടുകൂടി ഇന്നത്തെ പരിപാടികൾ തീർത്ത് ഞങ്ങൾ വേറെ വീട്ടിൽ കയറിയാണ് ഉണ്ടായത്.